ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗോജ്വലമായ ജീവിത സ്മരണയിൽ ഒമാനിലെങ്ങും വിശ്വാസ സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലുമായി നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. മസ്കറ്റ് ഗവർണറേറ്റിലെ മുർത്തഫ ഗാരിസൺ മസ്ജിദിലാണ് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. മലയാളി കൂട്ടായ്മകൾ ഒരുക്കിയ ഈദ്ഗാഹുകളിലെ പ്രാർത്ഥനകൾക്ക് പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകി. എന്റെ കുടുംബജീവിതം, എന്റെ സാമൂഹിക രംഗം, എന്റെ ആദർശ ജീവിതം. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരെയും പലസ്തീനിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പണ്ഡിതർ ഓർമ്മിപ്പിച്ചു. ഈ ബലിപെരുന്നാളും ഹജ്ജും ഒക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന സന്ദേശങ്ങളെയും പ്രയോഗങ്ങളെയും ഏറ്റെടുക്കാൻ ആവേശം നൽകുന്ന ഒരു കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഏറ്റവും ഉയർന്നവരും ഏറ്റവും താഴ്ന്നവരും തനിക്ക് ഇച്ഛിക്കുന്ന താൻ ആഗ്രഹിക്കുന്ന മസ്കറ്റ് കൾച്ചറൽ ഫോറം അമറാത്ത് അൽ സഫ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈദ്ഗാഹിന് നൌഷാദ് എടപ്പാളും ഗാല അൽ റുസായിക്കി ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈദ്ഗാഹിന് സലീം മമ്പാടും നേതൃത്വം നൽകി. അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ അബ്ദുൽ കരീം തിരൂർ, ഹയ മസ്ജിദിൽ മുഹമ്മദ് ഉവൈസ് വഹബി, റൂവി ആദംസ് മജ്ലിസിൽ റഫീഖ് സക്കാഫി കുപ്പാടിത്തറ, സലാല ഹിബറൽ അൽ മസ്ജിദ് അബ്ദുൽ ലത്തീഫ് ഫൈസി, സുഹാർ ഗസീബ് മസ്ജിദ്, അയൂബ് സക്കാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, റൂവി, വാദി കബീർ, സീബ് സുവൈബ് എന്നിവിടങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പരസ്പരം ആലിംഗനം ചെയ്തും ഹസ്തദാനം നൽകിയും ആശംസകൾ നേർന്നുമാണ് പള്ളികളിൽ നിന്നും ഈദ്ഗാഹുകളിൽ നിന്നും വിശ്വാസികൾ മടങ്ങിയത്. ഈ പുണ്യദിനത്തിന്റെ ത്യാഗസന്നദ്ധത ജീവിതത്തിൽ എന്നും പകർത്തുമെന്ന ഉറപ്പോടെ. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.